ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1667. ഇന്ന് ജൂലൈ മാസം 24-ാം തീയതി 206-ാമത്തെ ദിവസത്തിലെത്തി. ദൈവം മോശെ കണ്ടെത്തുക മാത്രമല്ല, പാകപ്പെടുത്തുന്നുണ്ട്, ദൗത്യം ഏൽപ്പിക്കുകയാണ്. മോശയാവട്ടെ പഴയ ചില കഠിനമായ കടുത്ത അനുഭവങ്ങളുടെ പരാജയത്തിന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കുകയാണ്. ഒഴിവൊഴികൾ നിരത്തി വെക്കുകയാണ്. അതും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെയാണ്. ഒരു മനുഷ്യൻ എന്തായിരുന്നുവെന്ന് മാത്രമല്ല ദൈവത്തിന് അറിയാൻ പറ്റുന്നത്, ഇനി എന്താകാമെന്നുകൂടി ദൈവം അറിയുന്നുണ്ട്. സർവജ്ഞാനിയാണ് ദൈവം എന്ന് പറയുന്നത് വെറുതെയല്ല. ഒരുവൻ എന്തായിരുന്നു എന്ന് മാത്രമല്ല, ഭാവിയിൽ ഇനി എന്തൊക്കെ ആകാമെന്നുകൂടി ദൈവത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ശീമോനെ ഇങ്ങനെ പത്രോസായി കാണാൻ പോലും യേശുവിന് ആദ്യം മുതലേ സാധിച്ചത്. ശൗലിനെ പൗലൂസാക്കി മാറ്റിയ ദൈവത്തെയും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട്. അവനവന്റെ ബലഹീനതകളും കുറവുകളുമൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർത്തുപോവുകയാണ്. പരസ്പരമൊന്ന് പങ്കുവെച്ചു പോവുകയാണ്. മോശയുടെ കൊട്ടാരവാസക്കാലത്ത് മോശ അവനവന്റെ പരിമിതികളെ ഒന്നും കണക്കെടുത്തില്ല, ഒന്ന് മനസ്സിലാക്കിയിരുന്നില്ല. എല്ലാത്തിനും താൻ മതിയായവനാണ് എന്നുകൂടി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. ഏതാണ്ട് നമ്മൾ ഓരോരുത്തരുടെ വിചാരം പോലെ. അനുഭവമാണല്ലോ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ദൈവം വലിയൊരു ദൗത്യം ഭരമേൽപ്പിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, ഞാൻ എന്തുമാത്രം നിസ്സാരനാണ്, എന്തുമാത്രം പോരായ്മകളുള്ള ഒരാളാണ്. പണ്ട് ഞാൻ ഈ ദൗത്യം സ്വയം ഒന്ന് ഏറ്റെടുത്തതാണ്, നീ ഏൽപ്പിക്കാതെ പരാജയപ്പെട്ടതാണ്. അവനവന്റെ ബലഹീനതകളും സാധ്യതകളും തിരിച്ചറിയുന്ന ആളാണ് സാക്ഷാൽ ദൈവം. ദൈവത്തിന്റെ നിയോഗം ശിരസാ വഹിക്കുമ്പോൾ എന്താണ് പിന്നെ തുടർന്ന് സംഭവിക്കുക? ദൈവം നയിക്കുമെന്നുള്ളതാണ്. അങ്ങനെ കാണേണ്ടതൊക്കെ കാണാനുള്ള ഉൾക്കാഴ്ച ദൈവം പതിയെ നൽകി തുടങ്ങി. വിളിക്കുന്ന ദൈവം വഴിയില് പാതി വഴിയില് ഇട്ടിട്ട് പോകുമോ? നിന്റെ സാന്നിധ്യം എന്നോടൊപ്പം എപ്പോഴും പോരണമെന്നൊരു പ്രാർത്ഥന നിരന്തരമായി എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിളിച്ച ദൈവത്തില് കുറെ കൂടി നമ്മൾ വിശ്വസിക്കുക, ഒപ്പം വിശ്വസ്തനായിരിക്കാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കുക. പ്രാർത്ഥനയോടുകൂടി ആമേൻ.